ഹായ് മക്കളെ, +2 ഫിസിക്സിലെ നിങ്ങൾ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് പവർ ഇൻ സീരീസ് LCR സർക്യൂട്ടിന്റെ ഡെറിവേഷൻ പഠിക്കണമോ വേണ്ടേ? ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഇത് ആലോചിച്ചിട്ടുണ്ടാകും. കാരണം ഏറ്റവും വലിയൊരു ഡെറിവേഷൻ ആണ്. ഈ ഒരു ഡെറിവേഷൻ നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുമോ? കാരണം ഒരു മാർക്കിനൊക്കെ പല പരീക്ഷകളിലും റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രമേ എഴുതാറുള്ളൂ. ഇനിയിപ്പോ എങ്ങാനും 4 മാർക്കിന് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? ഞങ്ങൾ ഇത് പഠിക്കണ്ടേ എന്നുള്ള ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. സോ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മക്കളെ. റീസെന്റ് ആയ പരീക്ഷകളിൽ ഈ ചോദ്യം ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. എന്നാലും അതിനൊരു മറുപുറം കൂടിയുണ്ട്. കാരണം നമ്മുടെ സിലബസിൽ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏത് പോർഷൻസിൽ നിന്ന് ചോദ്യം വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ ടോപ്പിക് നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ സിലബസിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ചോദ്യം തന്നെയാണ്. സോ ഇതിൽ നിന്ന് ഇനി ഡെറിവേഷൻ വരില്ല എന്ന് എനിക്കോ നിങ്ങൾക്കോ ഇനി ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒന്നല്ല. അതിനാൽ തന്നെ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതിനാൽ തന്നെ ഈ ഡെറിവേഷൻ നമ്മളിപ്പോ അടിപൊളിയായി തന്നെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ക്ലാസ് മാത്രം മതിയാവും ഇത് പഠിച്ചെടുക്കാൻ. പക്ഷെ ഞാൻ നിങ്ങളോട് ഇനീഷ്യലി പറയുവാണ്, ഒരു സ്ലൈഡിലോ 2 സ്ലൈഡിലോ ഒതുങ്ങുന്ന ഒരു സിമ്പിൾ ഡെറിവേഷൻ അല്ല മക്കളെ. +2 ഫിസിക്സിൽ തന്നെ പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. പവർ ഇൻ സീരീസ് LCR സർക്യൂട്ട്. ഒരു തവണ വായിച്ചത് കൊണ്ടോ 2 തവണ എഴുതിയത് കൊണ്ടോ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ആവണമെന്നില്ല. ഉറപ്പായും 3-4 തവണ എഴുതി പഠിക്കണം മക്കളെ ഈ ഒരു ഡെറിവേഷൻ മനസ്സിലാക്കാൻ. ഇനി പരീക്ഷയിൽ ചോദിച്ചാലും ഒരു ചോദ്യം പോലും എന്റെ മക്കൾ പഠിക്കാത്തത് കൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതുമാവണം. ഇനി ഇതെങ്ങാനും ചോദിച്ചാൽ പ്രോബബിലിറ്റി വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ചോദിച്ചാൽ നിങ്ങൾ എഴുതിയിരിക്കണം. സോ അതിനാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. റൈറ്റ് മക്കളെ, നമ്മൾ ഡെറിവേഷനിലോട്ട് കിടക്കാം. സോ നമ്മൾ ഈ ഡെറിവേഷൻ തുടങ്ങുന്നത് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം V ഈക്വൽ ടു എന്താണ്? V0 sin omega t ആണ്. നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻ നമ്പർ 1. സിമിലർ വേ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. I ഈക്വൽ ടു I0 sin omega t പ്ലസ് 5. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം മക്കളെ. ഇവിടെ 5 എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. സോ omega t പ്ലസ് 5 എന്ന് തന്നെ നമ്മൾ എഴുതണം. ഇനി ആവറേജ് പവറിന്റെ ഇക്വേഷൻ മക്കൾക്ക് എല്ലാവർക്കും അറിയാലോടാ. P ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t vi dt. സോ vi dt. ക്ലിയർ അല്ലടാ? കാര്യം വൃത്തിയായി തന്നെ മനസ്സിലായോ? യാതൊരുവിധ സംശയവുമില്ലാലോ? ഇത് നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ക്ലിയർ? ഇനി നമ്മൾ ഈ വിയും ഐയും എടുത്ത് ഈ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. സോ P ഈക്വൽ ടു 1/t ഇന്റഗ്രൽ 0 to t. വിക്ക് പകരം V0 sin omega t, ഐക്ക് പകരം I0 sin omega t പ്ലസ് 5 dt. ഇക്വേഷൻ നമ്പർ 4. ക്ലിയർ അല്ലേ മക്കളെ? കാര്യം മനസ്സിലായില്ലടാ? അടുത്ത സ്റ്റെപ്പിനകത്ത് V0ഉം I0ഉം കോൺസ്റ്റൻസ് ആണ്. അവയെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തോട്ടെടുക്കാം. സോ P ഈക്വൽ ടു 1/t അല്ല, നമുക്ക് V0 I0 എന്തായാലും പുറത്തെടുക്കണമല്ലോടാ. സോ V0 I0 ഡിവൈഡഡ് ബൈ t ഇന്റഗ്രൽ 0 to t sin omega t ഇൻറ്റു ബാക്കി എന്താ ഉള്ളത് മക്കളെ? sin omega t പ്ലസ് 5 sin omega t പ്ലസ് 5 dt. ക്ലിയർ അല്ലേ? sin omega t ഇൻറ്റു sin omega t പ്ലസ് 5 dt. മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കടാ, ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? sin omega t പ്ലസ് 5 എന്ന് പറഞ്ഞാൽ sin a പ്ലസ് b യുടെ ഫോർമാറ്റിലാണ്. എന്താ മക്കളെ sin a പ്ലസ് b എന്ന് പറഞ്ഞാൽ? sin a cos b പ്ലസ് cos a sin b ആണ്. sin a cos b പ്ലസ് cos a sin b ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? sin a പ്ലസ് b എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കാര്യം എല്ലാവർക്കും മനസ്സിലായോ? മാത്സ് ആണ്, ഇനി അങ്ങോട്ട് പ്യൂർലി മാത്സ് ആണ്. സോ ഈ പറയുന്ന sin omega t പ്ലസ് 5നെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇക്വേഷൻ വലുതായിട്ട് മാറാൻ പോവാണ്, എക്സ്പാൻഡഡ് ആവാൻ പോവാണ്. സോ P ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ t ഇന്റഗ്രൽ 0 to t
സൈൻ ഒമേഗ ടി ഇൻറ്റു ബാക്കിയുള്ള ടേംസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. സോ ഒരു ബ്രാക്കറ്റ് കൊടുക്കുവാണ്. സൈൻ എ കോസ് ബി ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് ഒമേഗ ടിയും ബിയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് ഫൈയുമാണ്. സോ സൈൻ എ കോസ് ബി ആണ്. സോ സൈൻ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഫൈ ഡി ടി. ക്ലിയർ അല്ല മക്കളെ? കാര്യം മനസ്സിലായോടാ? ഇതിന് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കാം? ഇക്വേഷൻ നമ്പർ ഇത് ഇക്വേഷൻ നമ്പർ 5, ഇത് ഇക്വേഷൻ നമ്പർ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? 6 ആയി കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുറത്തുള്ള സൈൻ ഒമേഗ ടിനെ രണ്ട് ടേമിന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ആവും. P equal to V naught I naught divided by T integral 0 to T. സൈൻ ഒമേഗ ടി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ ഫൈ. ഒരു ഡി ടി ഇടാൻ നിങ്ങൾ ആരും മറക്കരുത്. ഇൻറ്റു ഡി ടി. ഇക്വേഷൻ നമ്പർ 7. ക്ലിയർ അല്ല മക്കളെ? കാര്യം മനസ്സിലായോടാ? അടുത്ത സ്റ്റെപ്പിനകത്ത് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി നമുക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ അതാണ് അടുത്ത സ്റ്റെപ്പിനകത്ത് എഴുതാൻ പോകുന്നു. ഒരു പൊടിക്ക് ചെറുതായി മാറും ഇക്വേഷൻ. സോ പി ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ ടി ഇന്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ഇൻറ്റു കോസ് ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് ഫൈ into sin phi dt. ഇക്വേഷൻ നമ്പർ 8. ഇനി അഗൈൻ ഇക്വേഷൻ വലുതാകാൻ പോവാണ് മക്കളെ. ഇന്റഗ്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു ഇന്റഗ്രേഷൻ നമ്മൾ എന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ വിൽ ബി P equal to V naught I naught divided by T integral 0 to T sin square omega t cos phi dt പ്ലസ് അടുത്തതിന്റെ കൂടി ഇതുപോലെ തന്നെ ഇന്റഗ്രൽ വി നോട്ട് ഐ നോട്ട് എന്തായാലും ഇടണം പ്ലസ് വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ ടി ഇന്റഗ്രൽ 0 ടു ടി. ബാക്കി എന്താ ഉള്ളത് മക്കളെ? സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ ഫൈ ഡി ടി. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് വരും? 9 ആയിട്ട് വരും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം വൃത്തിയായി മനസ്സിലായോ? സംശയമൊന്നുമില്ലാലോ? ഇനി ഇതിനകത്തുള്ള കോൺസ്റ്റന്റ് ടേംസിനെ പുറത്തെടുക്കുവാണ്. ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ്. സോ കോസ് ഫൈനെ ഞാൻ ഇന്റഗ്രേഷനിൽ നിന്ന് പുറത്തെടുക്കാൻ പോവാണ് മക്കളെ. സോ P equal to കോസ് ഫൈനെ പുറത്തെടുക്കുന്ന സമയത്ത് വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ ടി കോസ് ഫൈ ഇന്റഗ്രൽ ഓഫ് 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി. ക്ലിയർ അല്ല മക്കളെ? പ്ലസ് അടുത്ത കാര്യം നെക്സ്റ്റ് വൺ നോക്കടാ. അതേപോലെ തന്നെ ബി നോട്ട് ഐ നോട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കോമൺലി പുറത്തെടുക്കാൻ പോകുന്ന ആരെയാണ്? സൈൻ ഫൈനെയാണ്. സോ സൈൻ ഫൈനെ പുറത്തെടുക്കാൻ പോവാണ്. സോ വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ ടി സൈൻ ഫൈ ഇന്റഗ്രൽ 0 ടു ടി. ബാക്കി ആരൊക്കെ ഉണ്ട് മക്കളെ? സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഡി ടി ആണ്. സോ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഡി ടി. ഇക്വേഷൻ നമ്പർ എത്ര വരും? 10. ഇക്വേഷൻ നമ്പർ 10. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. അറിയുന്ന കാര്യമല്ലേ? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. സിമിലർലി നോക്കണം മക്കളെ, മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്? സൈൻ 2 തീറ്റയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. സോ പി ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ ടി കോസ് ഫൈ ഇന്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടിക്ക് പകരം 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ഇൻറ്റു ഡി ടി പ്ലസ് വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ ടി സൈൻ ഫൈ ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യാം മക്കളെ? 0 ടു ടി. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ആണ്. 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയുടെ ഫോമാറ്റിലല്ല. നമ്മൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണെങ്കിലേ സൈൻ 2 തീറ്റ എഴുതാൻ പറ്റുള്ളൂ. സോ 2 അവിടെ വേണം. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 വെച്ച് ഡിവൈഡും ചെയ്യുന്നു, 2 വെച്ച് മൾട്ടിപ്ലൈയും ചെയ്യുന്നു. 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു ഡി ടി.
ക്ലിയർ അല്ലേ മക്കളെ? കാര്യം വൃത്തിയായി മനസ്സിലായോടാ? അടുത്ത ഇതിൽ തന്നെ ഞാൻ ഒരു മാറ്റം കൂടി വരുത്തുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഡിനോമിനേറ്ററിലുള്ള 2നെ ഞാൻ എന്ത് ചെയ്യാണ്, പുറത്ത് തന്നെ എടുക്കുവാണ്. സോ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യുവാണ്, ഒട്ടും സമയം ലേറ്റ് ആക്കുന്നില്ല ഞാൻ. സോ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഈ 2നെ കൂടി ഞാൻ എന്ത് ചെയ്തു, പുറത്തോട്ട് എടുത്തു കഴിഞ്ഞു. ക്ലിയർ? വ്യക്തമായി മനസ്സിലായില്ലേ? സംശയമില്ലാലോ? അടുത്തൊരു സ്റ്റെപ്പിൽ കുറച്ചുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ശ്രദ്ധിക്കണം, P equal to V0 I0 divided by 2t cos phi. cos phi ഇടാൻ മറക്കരുത്. cos phi integral of 0 to t 1 minus cos to omega t 1 minus cos to omega t dt. അടുത്തത് plus V0 I0 divided by 2t sin phi into integral. ഇന്റഗ്രൽ എന്ത് വരും മക്കളെ? 2 sin omega t cos omega t എന്ന് പറയാം sin to omega t ആണ്. സോ sin to omega t dt. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ എത്ര വരോടാ? ഇത് 11 ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് 12 ആയിട്ട് എടുക്കാം. ഇക്വേഷൻ നമ്പർ 12. ഓക്കെ അല്ലേ മക്കളെ? കാര്യം മനസ്സിലായോടാ? സംശയം ഒന്നും തന്നെ ഇല്ലാലോ? ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണ്. പ്യൂർലി ഇന്റഗ്രേഷൻ ആണ്. ശ്രദ്ധിക്കുക. സോ P equal to V0 I0 divided by 2t cos phi. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരടാ? 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t എന്ന് വരും. സോ t മൈനസ് sin 2 omega t by 2 omega ലിമിറ്റ് 0 to t sin 2 omega t by 2 omega ലിമിറ്റ് 0 to t പ്ലസ് V0 I0 divided by 2t sin phi. sin 2 omega t ഇന്റഗ്രേഷൻ എന്താണ് മക്കളെ? മൈനസ് cos 2 omega t by 2 omega ലിമിറ്റ് 0 to t ലിമിറ്റ് 0 to t. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ ഒരു മൈനസിനെ എടുത്ത് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇടുവാണ് മക്കളെ. ഈ ഒരു മൈനസിനെ എടുത്ത് ഞാൻ ഈ നടുവിലോട്ട് ഇടുവാണ്. സോ ജസ്റ്റ് ഞാൻ ഇതേ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവാണ്, കോപ്പി ചെയ്തിട്ട് ഞാനത് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും എഴുതാനുള്ള സമയം നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തിട്ട് ഞാൻ ആ മൈനസിനെ എടുത്ത് എവിടെ ഇടാൻ പോവാണ്? നടുവിലോട്ട് ഞാൻ ഇടാൻ പോവാണ്. ഓക്കെ, സോ ഈ നടുവിലുള്ള പോർഷൻ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ക്ലിയർ? സെറ്റ് അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായോ? സംശയം ഒന്നും തന്നെ ഇല്ലാലോടാ? റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആദ്യം അപ്പർ ലിമിറ്റ് ദെൻ ലോവർ ലിമിറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ P ഈക്വൽ ടു, ശ്രദ്ധിക്കുക, P ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ 2t V0 I0 ഡിവൈഡഡ് ബൈ 2t cos phi. ടിക്ക് പകരം ക്യാപിറ്റൽ ടി കൊടുക്കാം. സോ ക്യാപിറ്റൽ ടി മൈനസ് സൈൻ ടു ഒമേഗ ടി ആണ്. സോ അതുപോലെ തന്നെ കൊടുക്കുവാണ്. സൈൻ ടു ഒമേഗയ്ക്ക് പകരം ഞാൻ കൊടുക്കുന്നത് 2π/t ആണ് കേട്ടോ. ഒമേഗയ്ക്ക് പകരവും ഞാൻ 2π/t കൊടുക്കുന്നുണ്ട്. പിന്നെ സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ. ന്യൂമറേറ്ററിലെ ഒമേഗയ്ക്ക് മാത്രമേ റീപ്ലേസ് ചെയ്തുള്ളൂ, ഡിനോമിനേറ്ററിൽ ഇല്ല. അടുത്തത് കാരണം പറഞ്ഞുതരാം, റീസൺ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോഴാണ് ഇതിനും ക്യാപിറ്റൽ ടി ആയി ഇതിനും ക്യാപിറ്റൽ ടി ആയി. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. 0 മൈനസ് സൈൻ 0 0. സോ 0 കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ക്യാപിറ്റൽ ടി മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 കൊടുത്താലും മൊത്തം ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബാക്കി മൈനസ്. അടുത്ത നോക്കണം മക്കളെ, ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോ V0 I0 ഡിവൈഡഡ് ബൈ 2t സൈൻ ഫൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. കോസ് ടു ഒമേഗ ടിക്കാണ്. അപ്പോ ടി കൊടുത്തു കഴിഞ്ഞാൽ cos 2 omega t ആണടാ. അപ്പൊ cos 2 into 2π/t into t കൊടുക്കണം. ശരിയല്ലേ? ഒമേഗയ്ക്ക് 2π/t into ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ മൈനസ് cos 2 into t ക്ക് 0 cos 0 ആയി. cos 0 ഡിവൈഡഡ് ബൈ 2 ഒമേഗ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സംശയമില്ലാലോടാ? ഈ ടിയും ക്യാൻസൽ ആയി, ഈ ടിയും ക്യാൻസൽ ആയി പോയി. ഓക്കെ, റെഡി? സോ P ഈക്വൽ ടു എന്ത് കിട്ടി? V0 I0 ഡിവൈഡഡ് ബൈ 2t cos phi ക്യാപിറ്റൽ ടി മൈനസ് സൈൻ 4π എന്ന് വരും. സൈൻ 4π/2 ഒമേഗ മൈനസ് V0 I0 ഡിവൈഡഡ് ബൈ 2t സൈൻ ഫൈ ഇൻറ്റു ബാക്കി എന്താ ഉള്ളത് മക്കളെ? cos 4π/2 ഒമേഗ മൈനസ് cos 0/2 ഒമേഗ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സൈൻ 4π എന്ന് പറഞ്ഞാൽ എന്താണ്? 0/anything എന്തായിരിക്കും? 0 ആയിരിക്കും. cos 4π എത്രയാണ്? 1. cos 0 എത്രയാണ്? 1. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ കാര്യങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ P ഈക്വൽ ഇക്വേഷൻ കഴിയാറായി. P ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ 2t cos phi into t. കാരണം t മൈനസ് 0 t മാത്രമേ ഉള്ളൂ. അടുത്തത് മൈനസ്. ഇവിടെ നോക്കടാ മക്കളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരാം. V0 I0 ഡിവൈഡഡ് ബൈ 2t into
sin 5. ബാക്കി എന്താ ഉള്ളത്? 1/2 ഒമേഗ മൈനസ് 1/2 ഒമേഗ. 1/2 ഒമേഗ മൈനസ് 1/2 ഒമേഗ. എന്താണ് മക്കളെ? 0 അല്ലടാ. സോ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി. സോ സെക്കൻഡ് ടേം നിങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ബാക്കിയുള്ളതിൽ ടിയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ P equal to V0 I0 divided by 2 into cos 5. ഓക്കെ അല്ലടാ. സോ എങ്ങനെ എഴുതാം? P equal to V0 by 2 അല്ലെങ്കിൽ V0 by root 2 into I0 by root 2 into cos 5 എന്ന് എഴുതാം. സോ P equal to V0 by root 2 എന്താണ്? VRMS into IRMS into cos 5. ഇതാണ് നമ്മുടെ പവറിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആവറേജ് പവർ ഓഫ് സീരീസ് LCR സർക്യൂട്ടിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡക്ടറിന്റെ, കപ്പാസിറ്ററിന്റെ, റെസിസ്റ്ററിന്റെ കണ്ടുപിടിക്കാം. കാരണം റെസിസ്റ്റർ ആവുമ്പോൾ ഫേസ് ഡിഫറൻസ് ഫൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ cos 0 1 ആണ്. സോ റെസിസ്റ്ററിന്റെ ആവറേജ് പവർ VRMS into IRMS ആയിരിക്കും. എന്നാൽ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ cos 90 എന്ന് വരും 0. സോ ആവറേജ് പവർ എന്തായിരിക്കും? 0. സോ ഇത് വെച്ചിട്ട് ബാക്കി രണ്ടെണ്ണത്തിനെ കണ്ടുപിടിക്കാം. അത് സെപ്പറേറ്റ് ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഈ മക്കൾക്ക് ഇത്രയും സ്ലൈഡുകൾ, ഏകദേശം 6 സ്ലൈഡുകളോളം വന്നു. സോ മക്കളുടെ ആദ്യം ഒരു സംശയം, സാർ ഇത് പഠിക്കാതിരുന്നാൽ വല്ല പ്രശ്നമുണ്ടോ? കാരണം ഇത്രയും 6 സ്ലൈഡുകൾ ഞങ്ങളെ കൊണ്ട് താങ്ങുന്ന ഒന്നല്ല. അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. കാരണം ഇതെങ്ങാനും പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ അന്ന് സാറ് പഠിക്കണ്ട എന്ന് പറഞ്ഞു എന്ന രീതിയിലോട്ട് മാറും. സോ മക്കളെ, സാധിക്കുമെങ്കിൽ ഈ ഡെറിവേഷൻ പഠിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടന്റ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്താണ് ആവശ്യമുള്ളത് അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഉറപ്പായും ആ കണ്ടന്റുകൾ ഫർദർ ഡേയ്സിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നെ തരും. ഡോണ്ട് വറി ഗൈസ്, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. 30 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് അടിപൊളിയായി, 30 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് അല്ല, സൂപ്പർ 30 അടിപൊളിയായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സൈലം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതിന് ശേഷം നമുക്ക് മോഡൽ എക്സാം അടിപൊളിയായി തന്നെ പ്രസന്റ് ചെയ്യണം. പിന്നെ മാരത്തോൺ ലൈവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കാം മക്കളെ. ടാറ്റാ ബൈ ബൈ.